നമസ്കാരം, KC വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം. നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു. അഴീക്കോട് മുനമ്പം പാലം സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. KPCC സംസ്കാര സാഹിതി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കലും കലാസാഹിത്യ പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം. നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു. വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായി പരാതി. ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന നഗരസഭാ യോഗത്തിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ BJP കൗൺസിലർമാർ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നതായിരുന്നു BJP കൗൺസിലർമാരുടെ ആരോപണം. ബഹളത്തിനിടെ അജണ്ടകൾ പാസ്സായതായി അറിയിച്ച് ചെയർപേഴ്സൺ TK ഗീത തന്റെ ഓഫീസിലേക്ക് മടങ്ങി. തുടർന്ന് BJP കൗൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞുവെക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ മറികടന്ന് പുറത്തുപോകാൻ ശ്രമിച്ച തന്നെയും കൗൺസിലർ അലീമ റഷീദിനെയും BJP കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി TK ഗീത ആരോപിച്ചു. നഗരസഭയുടെ കൗൺസിലായിരുന്നു സംബന്ധിച്ചുകൊണ്ടുള്ളത്. എല്ലാ വാർഡുകളിലേക്കും നല്ല രീതിയിൽ തന്നെ ഫണ്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും റിവിഷന്റെ അജണ്ട വായിച്ച ഉടനെ BJP കൗൺസിലേഴ്സ് ഈ അജണ്ടയുമായി ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ അജണ്ടയും വായിച്ചതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ അജണ്ട ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അജണ്ട കീറിക്കളയുകയും ചെയർപേഴ്സന്റെ ചേംബറിന് ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അങ്ങനെ അജണ്ട കുറച്ച് വായിച്ചതിന് ശേഷം അജണ്ട പാസ്സാക്കിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും എന്നെ തടയുകയും ചെയ്തു. ഞാൻ ആ തടയലിലൊക്കെ മാറിക്കൊണ്ട് പുറത്തേക്ക് വന്ന് എൻ്റെ ചേംബറിൽ വന്നപ്പോൾ എന്നെ ചുറ്റും BJP കൗൺസിലേഴ്സ്, ലേഡീസ് കൗൺസിലേഴ്സ് ചുറ്റും വന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പുറത്ത് ആണുങ്ങളായ കൗൺസിലേഴ്സ് ഇരുന്നും കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ വാതിലടച്ച് അവര് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുകയുണ്ടായില്ല. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ധന്യാഷനും അതുപോലെ എല്ലാ കൗൺസിലേഴ്സും എന്നെ വളരെയധികം ശക്തിയായി തടയുകയും ചെയ്തു. ഞാൻ നിർബന്ധപൂർവ്വം വാതിൽ തുറന്നപ്പോൾ എന്നെ സഹായിക്കുന്ന രീതിയിൽ അലീമ റഷീദ് എൻ്റെ ഇതിലേക്ക് വന്നു. അലീമ റഷീദിന്റെ മുഖത്തേക്ക് അവർ ശക്തമായി രീതിയിൽ വാതിൽ വീണ്ടും ശക്തമായി അടച്ചപ്പോൾ അലീമ റഷീദിന്റെ മുഖത്തേക്ക് തട്ടുകയും ചെയ്തു. ഞാനൊരു വിധത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആണുങ്ങളായ കൗൺസിലേഴ്സ് ജയദേവൻ, സജീവൻ, പരമേശ്വരൻ എന്നെ തടയുകയും ചെയ്തു. അവരെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. വീണ്ടും പരമേശ്വരൻ
അവസരം കൂട്ടി എന്നെ കൈ പിടിക്കുകയും എൻ്റെയും ഹലീമയുടെയും കൈ പിടിക്കുകയും എന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവരെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഞാൻ കോണി ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നത്. വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ കൗൺസിലിൽ BJP കൗൺസിലേഴ്സ് ചെയ്തത്. അത് ആണെന്നോ പെണ്ണെന്നോ എന്ന വ്യത്യാസമില്ലാതെയാണ് ഞങ്ങളോട് ഈ തരത്തിൽ വികാരപരമായ പെരുമാറ്റമാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇത് ശരിയായ ഒരു നടപടിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ പൂർണ്ണമായും അവഗണിച്ചതായും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോകുകയുമായിരുന്നു. ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ വനിതാ കൗൺസിലർമാരെ ഭരണപക്ഷ കൗൺസിലർമാർ മർദ്ദിച്ചതായും പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആരോപിച്ചു. കാനകളും റോഡുകളുടെയും വർക്ക് വരുന്നത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഈ അജണ്ട വന്ന സമയത്ത്, അതായത് 2:45 അടിയന്തര കൗൺസിൽ തുടങ്ങുന്നതിലേക്ക് മുമ്പ് 2:30 ഈ അജണ്ട പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്നത്. അതുപോലെ തന്നെ 2:30 വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ അജണ്ട വന്നത്. വ്യക്തമായിട്ട് BJP കൗൺസിലർമാർ ആ വിഷയത്തിൽ വിയോജനക്കുറിപ്പ് കൊടുക്കുകയും ഈ അജണ്ട അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി അതിൻ്റെ അകത്ത് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൗൺസിൽ ആരംഭിച്ചത്. ഈ ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അജണ്ടയോട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എടുക്കാനായിട്ട് സംസാരിച്ച സമയത്ത് ചെയർപേഴ്സൺ ഏകാധിപത്യ രീതിയിൽ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധിക്കാരപരമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. നമുക്കറിയാം, ഏതൊരു വിഷയത്തെക്കുറിച്ചും അത് അജണ്ട വരുന്ന സമയത്ത് സംസ്കാരിക്കാനും അത് ചർച്ച ചെയ്യാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ജനാധിപത്യ രീതിയിൽ അതിന് അവകാശമുണ്ട് കൗൺസിലിന്. ആ കൗൺസിലിൻ്റെ ഈ അജണ്ട ചർച്ച ചെയ്യാൻ പറ്റാതെ ധിക്കാരപരമായി ഏകാധിപത്യമായ രീതിയിലാണ് ചെയർപേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി വന്നത്. ആ മറുപടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് ചോദ്യം ചെയ്യാനായിട്ട് ചെയർപേഴ്സണോട് ചോദിക്കുകയും അത് സമയത്ത് ചെയർപേഴ്സൺ കൗൺസിൽ അവസാനിച്ചെന്നും പറഞ്ഞ് ധിക്കാരപൂർവ്വം ഇറങ്ങിപ്പോവുകയും ചെയ്ത്. ഇറങ്ങിപ്പോയ സമയത്ത് നമ്മുടെ വനിതാ കൗൺസിലർമാർ അങ്ങനെ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ പറ്റേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫണ്ട് കിട്ടാൻ? ഞങ്ങളുടെ വാർഡുകളിൽ തകർന്നിറങ്ങിയ റോഡുകളുണ്ട്, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കാനമണി തന്നെ ഉണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭ ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാരായിട്ടുള്ള 21 വാർഡിലും നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാണ്ട് ചെയർപേഴ്സൺ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സന്റെ മുറിയിൽ അത് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ കൗൺസിലർമാർ ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി പെരുമാറുകയും അതുപോലെ ചെയർപേഴ്സണും 1-2 വനിതാ കൗൺസിലർമാരും ഞങ്ങളെ കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ആ മൃഗീയമായ മർദ്ദനമേറ്റിട്ട് 29-ാം വാർഡ് കൗൺസിലർ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പല കൗൺസിലർമാരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനുള്ള അവസ്ഥയാണ്. പല ആളുകൾക്കും കൈ പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥ, പുറം വേന, നെഞ്ചത്തിടിച്ച് പല LDFന്റെ കൗൺസിലർമാരും വനിതാ കൗൺസിലർമാരും ഞങ്ങളെ കൗൺസിലർമാരാണ്. ഇത് ധിക്കാരപരമായ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് ഈ LDF ഭരണസമിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡിലേക്ക് 1 രൂപ പോലും തരാതെ ഇവരെ വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് വീതം വെക്കുന്ന ഒരു സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം, പത്ര റിപ്പോർട്ടർമാരെയും ചാനലുകാരെയും പത്രാധിപന്മാരെയും ഒന്നും തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് കൗൺസിലിൻ്റെ അകത്തേക്ക് കയറ്റുന്നില്ല. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏകാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് കൗൺസിലിൽ നടക്കുന്നത്. ഇത് ജനങ്ങളറിയരുത്. ഇത് ജനങ്ങളറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് പത്രക്കാരെയും ചാനലുകാരെയും ഇതിനകത്ത് കയറ്റാത്തത്. ഇത് നിങ്ങളെ പോലുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ്. ഇതിന് ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇരുവിഭാഗത്തിലെയും കൗൺസിലർമാർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. നഗരസഭാ ചെയർപേഴ്സണെയും LDF കൗൺസിലർമാരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് LDF കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ആദ്യമായല്ല BJP തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. നേരത്തെ
സഖാവ് MU ഷിനിജ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് കൗൺസിലർമാർക്ക് നേരെ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർക്ക് നേരെ BJP നടത്തിയിട്ടുള്ളത്. മുൻപൊരിക്കൽ ഏതാണ്ട് 10 കൊല്ലങ്ങൾക്കപ്പുറത്ത് സഖാവ് KB മഹേശ്വരി നമുക്കർഹമായ റേഷൻ വിഹിതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭാ ഹാളിന് താഴെ നിരാഹാരം കിടന്നു. അന്ന് രാത്രി നഗരസഭാ ചെയർപേഴ്സണ് മേലിലേക്ക് കരിയോയിൽ എറിഞ്ഞവരാണ് ഇവിടുത്തെ BJP-ക്കാർ. BJP ഈ അക്രമം തുടരുകയാണ്. എന്താണ് BJP-യെ പ്രകോപനത്തിലാക്കിയിരിക്കുന്നത്? BJP-യുടെ നേതാവ്, സംസ്ഥാന നേതാവായിട്ടുള്ള ഒട്ടകം ഗോപാലൻ എന്ന് വിളിക്കുന്ന B. ഗോപാലകൃഷ്ണൻ ഇവിടെ വന്നൊരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗം? കൊടുങ്ങല്ലൂർ ചെയർപേഴ്സണ് തെരുവിൽ നേരിടുമെന്നാണ് പറഞ്ഞത്. TK ഗീത എന്ത് തെറ്റാണ് ഈ നാടിനോട് ചെയ്തത്? ആരാണ് TK ഗീത? വളരെ കുട്ടിക്കാലം മുതലേ, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലേ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ സജീവമാണ്. അംഗൻവാടി പ്രവർത്തകയാണ്. അംഗൻവാടി ജീവനക്കാരുടെ ട്രേഡ് യൂണിയൻ നേതാവാണ് TK ഗീത. ഈ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിന്റെ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു പട്ടികജാതി വനിതയാണ്. ആ പട്ടികജാതി വനിത, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട MU ഷിനിജയും TK ഗീതയുമെല്ലാം ഈ നാടിന്റെ വികസന നായികമാരായി ഈ നാടിന്റെ മനസ്സ് മുഴുവൻ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അസഹിഷ്ണുതയാണ് BJP-ക്ക്. CPI തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP ഈ നഗരസഭാ ചെയർമാനെ ആക്രമിക്കും എന്നുള്ളത് ഇന്ന് BJP കൗൺസിലർമാർ, BJP-യുടെ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് ഇന്ന് ആ BJP നേതാവിൻ്റെ ആഹ്വാനമാണ്. പ്രിയമുള്ളവരെ, കൊടുങ്ങല്ലൂർ തീരുമാനിച്ചിരിക്കുന്നു, ഒരു വർഗീയ പ്രസ്ഥാനത്തിനും ഈ കൊടുങ്ങല്ലൂരിന് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന്. LDF മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ KR ജൈത്രൻ, NCP നേതാവ് വേണു വെണ്ണറ, PP സുഭാഷ്, KS കൈസാബ്, TP പ്രവേശ് എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മുനമ്പം പാലം സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ജനപ്രതിനിധികളുടെയും ഉന്നത എഞ്ചിനീയർ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആരംഭിച്ചു. നിലവിൽ 205 പൈലുകളിൽ 195 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 216 സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത്. ഇതിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനാലാണ് ഫിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും ഫിറ്റിംഗ് നടത്തുകയും ചെയ്യുമെന്ന് ET ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. ഈ അഴീക്കോട് മുനമ്പം പാലം ഏറ്റവും വേഗത്തിൽ ഇനി പൂർത്തീകരിക്കണം. എൻ്റെ ഉദ്ഘാടനം ഈ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ നടക്കണമെന്നാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എൻ്റെ കോൺട്രാക്ടർമാരും എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ അത് നടത്തിത്തരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയാണ്. എന്നാലും ഇന്ന് നമ്മുടെ ഇതിൻ്റെ പില്ലർ കഴിഞ്ഞ അടുത്ത ഒരു സ്റ്റെപ്പ് കേരളത്തിൽ തന്നെ പൊതുമരാമത്ത് ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യയാണിതെന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള സാധാരണ വാർത്ത കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് കറക്റ്റ് ആവാനുള്ള സമയം ഉൾപ്പെടെ ഇന്ന് വേണ്ടതില്ല. അത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറ്റാൻ. അതുമാത്രമല്ല, നമുക്കിതിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. പുഴയിൽ അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് മാലിന്യമൊക്കെ വീഴാനുള്ള സാധ്യത. അപ്പോൾ സാങ്കേതികവിദ്യ വികസിക്കുന്ന ഉൾപ്പെടെ നമുക്ക് ഇത്തരം ഒരു പ്രകൃതി സൗഹൃദ വികസനം കൂടി ഇതിൻ്റെ ഭാഗമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പുറത്തും ബോട്ടും മറ്റതുമൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഉള്ള പ്രയാസവും ശല്യം ഒന്നും അതിനോട് ബാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച് നമുക്ക് അറ്റത്ത് ആകാൻ കഴിയും. ഇതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, എൻ്റെ കോൺട്രാക്ടർമാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ശ്രീ മുഖത്തർ ഇവിടുത്തെ ഒരാളായതുകൊണ്ട് അതിൻ്റെയും കൂടി അല്ലേ, അദ്ദേഹം പാൽ ഒരുപാട് പണിതിട്ടുണ്ട്, പക്ഷേ അഴീക്കോട് പാലം പണിതിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രിയപ്പെട്ട ശ്രീ ചെറിയാവർക്കും ഇവിടെയുള്ള ആളുകൾ ഇന്ന് ഇവിടെ സന്നിഹിതരാണ്. വളരെ സന്തോഷം. എല്ലാ അർത്ഥത്തിലും ഏറ്റവും വേഗത്തിൽ ഏറ്റവും നന്നായി ഇത് പൂർത്തീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. 110 ടണ്ണിലേറെ ഭാരമുള്ള കൂറ്റൻ ഗർഡറുകൾ 1200 മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത്.
നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിങ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും. പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സൈറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും MLA പറഞ്ഞു. MLAയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീം, ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, വാർഡ് മെമ്പർ പ്രസീന റാഫി, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്, കൺസെഷൻ ചെയർമാൻ ചെറിയാൻ വർക്കി, മാനേജിംഗ് ഡയറക്ടർമാരായ സജി ചെറിയാൻ മാത്യു, ICUD ഡയറക്ടർ മുകുന്ദൻ തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എറിയാട് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും നടന്നു. എറിയാട് ചെയർമാൻ ഗാലക്സി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം VK ജോഷി ഉദ്ഘാടനം ചെയ്തു. അതും നല്ല ഉപരമായ ഒരു സമ്മേളനം നമുക്ക് മറ്റു സംഘടനകൾക്ക് നടത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രകടനം ഒരു സമ്മേളനം നടത്തിയത് എറണാകുളമാണ്. ആ സമ്മേളനം നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ പ്രമേയത്തിലൂടെ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ച് അത് നേടിയെടുക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടികൾ വെച്ച് നമ്മൾ താഴെത്തട്ട് നമ്മൾ യൂണിറ്റ് തലത്തിൽ സംഘടന ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സംഘടന ചിഹ്നഭിന്നമാക്കുന്ന തരത്തിൽ ജാതിമത രാഷ്ട്രീയത്തിൻ്റെ പ്രസരത്തിൽ പല ചെറിയ സംഘടനകൾ കൂട്ടിപ്പൊളിച്ച് വരുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം നോക്കണം, പെൻഷനുകളിൽ ചിഹ്നഭിന്നമായവരുടെ നിന്നിട്ട് കാര്യമില്ല. അവർ ഒറ്റക്കെട്ടായി നിന്ന് അവർ ശക്തി തെളിയിച്ചാൽ മാത്രമേ സർക്കാരിന് നമുക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയുള്ളൂ, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. നേരെ മറിച്ചിപ്പോൾ ചെയ്തിരിക്കുന്ന രാഷ്ട്രീയക്കാരും മതാടിസ്ഥാനത്തിലുള്ള സംഘടന ഈ പെൻഷൻകാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, സാമ്പത്തികമായ കാര്യങ്ങളില്ല. അതൊക്കെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ജീവനക്കാരുടെ പെൻഷൻകാരുടെ അവകാശം നേടിയെടുക്കാനും അത് ശക്തി തുടർന്ന് കിട്ടുവാനുള്ള സംവിധാനം അവർക്കും അത് സാധ്യതയില്ല. യൂണിറ്റ് പ്രസിഡന്റ് PK ഫാത്തിമ ടീച്ചർ അധ്യക്ഷയായി. ബ്ലോക്ക് സെക്രട്ടറി NM അഷ്റഫ് നവാഗതരെ സ്വീകരിച്ചു. TP റഹീം, KK ഷാജി, TK സുരേന്ദ്രൻ മാസ്റ്റർ, PA ഫാത്തിമ B ടീച്ചർ എന്നിവർ സംസാരിച്ചു. KPCC സംസ്കാര സാഹിതി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കലും കലാസാഹിത്യ പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കാഴ്ചപ്പാടിനെയും സംസ്കാരത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഐക്യത്തോടുകൂടി ഏകതയോടുകൂടിയുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വേദിയൊരുക്കാൻ കഴിയുന്നത്. അവിടെ വ്യത്യസ്തമായ ചിന്തകളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നുവെങ്കിലും അതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മാനസിക തലത്തിലേക്ക്, സാംസ്കാരിക തലങ്ങളിലേക്ക് ഇന്ത്യയുടെ മനസ്സിനെയും അതുവഴി നമ്മുടെ പ്രവർത്തനത്തെയും ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ദേശീയ നേതാക്കന്മാർക്ക് സാധിച്ചു എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിലെവിടെയെങ്കിലും വിള്ളലുണ്ടായാൽ ഇന്ന് കാണുന്ന ഈ മഹത്തായ ഇന്ത്യ എന്ന ആശയത്തിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ വിള്ളലുണ്ടായാൽ ആ വിള്ളലുകൾ സംഘർഷത്തിലേക്ക് നീങ്ങും, അത് കുഴപ്പത്തിലേക്ക് നീങ്ങും. അങ്ങനെ സംഘർഷത്തിലേക്ക് കുഴപ്പത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നത്തിലുള്ള ഇന്ത്യയുടെ പൈതൃകം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് KPCCയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ സംഘടന ജനാധിപത്യത്തിലും മതേതരത്തിലും ഊന്നി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തെ സാംസ്കാരിക തലങ്ങളിലും കലാമേഖലകളിലും സാഹിത്യ തലങ്ങളിലുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന് ആ ഒരു പ്രവർത്തനത്തിന് ഇവിടെ ചുമതലയേൽക്കുന്ന KPCCയുടെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൊടുങ്ങല്ലൂർ SNDP ഹാളിൽ നടന്ന ചടങ്ങിൽ കലാസാഹിത്യ സാമൂഹിക രംഗത്തെ പ്രതിഭകൾക്ക് മൺമറഞ്ഞുപോയ കോൺഗ്രസ് നേതാക്കളുടെ സ്മരണാർത്ഥം പുരസ്കാര സമർപ്പണം നടത്തി. സംസ്കാര സാഹിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് OS സുജിത് രചിച്ച ഖസാക്കിന്റെ ഇതിഹാസം അനുഭവങ്ങളും ആഖ്യാനങ്ങളും എന്ന പുസ്തകം കവി ബക്കർ മേത്തലയ്ക്ക് നൽകി ബെന്നി ബെഹനാൻ MP പ്രകാശനം ചെയ്തു. ചെയർമാൻ നിഷാഫ് കുര്യാപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി TM നാസർ മുഖ്യപ്രഭാഷണം നടത്തി.
സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ അംഗത്വ വിതരണ ഉദ്ഘാടനം നടത്തി. പുരസ്കാര ജേതാക്കളായ VM ജോണി, വേണു പൂത്തോട്ട്, മുരളീധരൻ ആനാപ്പുഴ, കലാഭവൻ മണികണ്ഠൻ, ഷീജ അജയൻ എന്നിവർ അവാർഡ് ജേതാക്കൾക്കു വേണ്ടി സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, CG ചെന്താമരാക്ഷൻ, PU സുരേഷ് കുമാർ, ഇസാബിൻ അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് പവിത്രൻ, KG മുരളീധരൻ, KP സുനിൽകുമാർ, ദിൽഷൻ കൊട്ടേക്കാട്, അയൂബ് കരൂപ്പടന്ന, KS കമറുദ്ദീൻ, KA ചന്ദ്രൻ, KK ചിത്രബാനു, VA നദീർ, AA മുസമ്മിൽ, K വേണു, റസിയ അബു, KR പ്രേമ, ജോളി ഡിൽഷൻ, ശ്രീദേവി വിജയകുമാർ, കവിത മധു, സാലി ഫ്രാൻസിസ്, ഹക്കീം ഇക്ബാൽ, അഡ്വക്കേറ്റ് VS അരുൺരാജ്, CJ ദാമു മാസ്റ്റർ, സനൽ സത്യൻ, മുഹസിൻ ഇസഹാഖ്, സാദിഖ് മേത്തല, പ്രശോഭ് അശോകൻ, KR രാജേഷ്, സുനി അഷ്ടപതി, രതീഷ് K മേനോൻ, MS അഭിനവ്, ഷാജി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് സ്വാഗതവും ട്രഷറർ റൂവിൻ വിശ്വം നന്ദിയും പറഞ്ഞു. നിഷാഫ് കുര്യാപ്പള്ളി ചെയർമാനായും അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് ജനറൽ കൺവീനറായും റൂവിൻ വിശ്വം ട്രഷററായും 30-അംഗ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറിയാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഭദ്രം സാമ്പത്തിക സഹായ വിതരണവും നടത്തി. ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള അവാർഡ് ദാനവും ക്യാഷ് അവാർഡും, ഉന്നത മേഖലയിൽ വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും, ഏറ്റവും നല്ല ഹോമിയോ ഡോക്ടർക്കുള്ള ജയറാം അവാർഡ് നേടിയ ഡോക്ടർ നസീറിനെയും ചടങ്ങിൽ ആദരിച്ചു. KS രാജീവൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹം എത്രയാ സാധിച്ചിട്ടുണ്ട്? എന്ത് പേര്? മനോഫ് 10-50 കൊല്ലത്തിൽ കൊള്ളായില്ലേ കച്ചവടത്തില്? എത്ര വർഷമായി? 6 വർഷമായി. ആൾ പ്രായം കൊണ്ട് മാത്രം. വിശ്വംഭരനോട് വിശ്വംഭരന്റെ കാര്യം ഞാൻ ആലോചിച്ചു. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, രണ്ടാമത് വലിയൊരു പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താ കാര്യം എന്നറിയോ? ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വീടുണ്ടാവണം, ഇല്ലേ? പഞ്ചായത്തുകൾ വീട് കൊടുക്കുന്നു, മുനിസിപ്പാലിറ്റികൾ കൊടുക്കുന്നു, കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് ഉണ്ട്. എവിടെയെങ്കിലും എത്തുന്നുണ്ടോ? എന്തുകൊണ്ട് എത്താത്തത്? നമ്മുടെ നാട്ടിലെ പരിമിതികൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുക. എന്താ പ്രഖ്യാപിക്കുന്നത്? ഭവനരഹിതരില്ലാത്ത തൃശൂർ ജില്ലയായി നമ്മുടെ ജില്ലയെ മാറ്റുന്ന വലിയ സാഹസികമായ പ്രഖ്യാപനം. അത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഏതായിരിക്കും ഭവനരഹിതരില്ലാത്ത ആദ്യത്തെ ലോകത്തെ ജില്ല? ഏതായിരിക്കും? അതും തൃശൂർ ജില്ലയായിരിക്കും. അപ്പൊ ഈ വരുന്ന നവംബർ മാസം 1-ാം തീയതി എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വീടുകൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് 6 മാസത്തിനകം 650 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ, മനോഹരമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ച് ആളുകൾക്ക് കൊടുത്തുകൊണ്ട് മാതൃകാപരമായിട്ട് തുടങ്ങാം. AA അബ്ദുൽ സലാം, സച്ചിദാനന്ദൻ, കണ്ണൻ, ഇബ്രാഹിംകുട്ടി, ഹുസൈൻ, നിസാർ യുബസാർ എന്നിവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്ത് ഓണച്ചമ്മാവിലെ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി. കുളമായി കിടക്കുന്ന റോഡിലിറങ്ങി കുളിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ സമരത്തിന് AK മോഹൻദാസ്, PO കുട്ടപ്പൻ, ഗഫൂർ, TK വിജയൻ, പുഷ്പാവതി എരുമത്തുരുത്തി, സുലത രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഴയായാലും വെയിലായാലും പഞ്ചായത്ത് പാലിക്കുവോ? പഞ്ചായത്ത് പാലിക്കുവോ?
പഞ്ചായത്ത് BJP 8ാം വാർഡ് കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. നിന്നെ പിന്നെ കണ്ടോളാം, എങ്ങനെയൊക്കെ പറഞ്ഞോളാം, എന്തൊരു വിരോധാഭാസം. അതിലൂടെ ഇവിടുത്തെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ കരുത്തോടെ ഉണർന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. ഭാരത് മാതാ വിഷയം, അതിനെ തന്നെ നമുക്കറിയാം. ഗവർണർക്കെതിരെ എന്തൊക്കെ കോലാഹലങ്ങളാണ്. ഇതിന് മുൻപൊരു ഗവർണർ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രിയങ്കരനായ ഗവർണർ. കേരളത്തിന്റെ കൃത്യമായി പ്രതിപക്ഷ നേതാവിന്റെ ദൗത്യം വഹിച്ച് നിലപാടുകൾ പറഞ്ഞ ഗവർണർ. VD സതീശനെ പോലുള്ള ആളുകൾ പ്രതിപക്ഷ നേതാവായി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരഭിപ്രായങ്ങളോ നിലപാടോ പറയാൻ കഴിയില്ല. പിണറായി വിജയൻ എന്താണ് പറയുന്നത് അത് വൈകിട്ട് കുറച്ച് മാറ്റി പറയുന്ന ആളാണ് VD സതീശൻ. കൃത്യമായി നിലപാട് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ആളുകളോട് എന്താണ് നിലപാടായിരുന്നത്? ഇന്നിപ്പോ ആംലേക്കർ വന്നപ്പോ അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെന്നേ. ആ അഭിപ്രായം പറയുമ്പോഴേക്ക് തന്നെ RSS ആണെന്ന് പറഞ്ഞുകൊണ്ട് പറയുക. ഇതെല്ലാം പറഞ്ഞതുകൊണ്ടൊന്നും ഒരു നേട്ടവും ഈ പറയുന്ന SFI-കാർക്കോ ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്കോ ഉണ്ടാവില്ല. പക്ഷേ ഇത് മുഴുവൻ കാണുന്ന ഒരു സമൂഹമുണ്ട്. സജീവൻ ചാണാശ്ശേരി അധ്യക്ഷനായി. സനീഷ് പറക്കാട്ട്, പ്രിൻസ് തലാശ്ശേരി, സുബീഷ് ചെത്തിപ്പാടത്ത്, സുബിത് ചുള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം അൽഫോൺസ ബ്ലോക്ക് പൊതുയോഗം നടന്നു. കോട്ടപ്പുറം ഇടവകയിലെ 3 കുടുംബ യൂണിറ്റുകൾ ചേർന്നുള്ള അൽഫോൺസ ബ്ലോക്കിന്റെ പൊതുയോഗമാണ് വികാസിൽ വെച്ച് കൂടിയത്. സെന്റ് ആന്റണീസ്, മദർ തെരേസ, അമലോത്ഭവമാത എന്നീ 3 യൂണിറ്റുകളിലെയും കുടുംബങ്ങൾ പൊതുയോഗത്തിൽ സന്നിഹിതരായിരുന്നു. അൽഫോൺസ ബ്ലോക്ക് പ്രസിഡന്റ് സജി ജോസഫ് വെങ്ങണത്ത് അധ്യക്ഷനായി. ചൂട്ടൊക്കെ കത്തിച്ച് പിടിച്ച് അത്രയും അന്നത്തെ ഓർമ്മയിലിപ്പോ മൈക്കിൾ കുര്യാപ്പിളും മൈക്കിളേട്ടൻ, പിന്നെ ജേക്കബ് ഏട്ടൻ, വിൻസെന്റ് ഏട്ടൻ, ചോഴിയത്ത് ജോസേട്ടൻ, ഇവരെല്ലാവരും അത്രത്തോളം കളിയും ചിരിയും തമാശയൊക്കെ പറഞ്ഞ് അത്രത്തോളം സ്നേഹക്കൂട്ടായ്മയായിട്ട് പോയ കാലഘട്ടമായിരുന്നു നമ്മളുടെ ഈ അൽഫോൺസ യൂണിറ്റിൻ്റെ ആദ്യ കാലഘട്ടം. അത് കഴിഞ്ഞ് കാലഘട്ടങ്ങൾ മാറി മാറി വന്നു. ഓരോരുത്തരുടെ സാമ്പത്തിക സ്രോതസ് മാറി മാറി വന്നു. ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വന്നു. അത്രത്തോളം ഓരോ കാര്യം ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ അതേപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ ഒരു സ്നേഹക്കുറവുകളും മാനസികാനുഭവം ഇല്ലാണ്ടായി. അങ്ങനെയുള്ളൊരു ഐക്യം ഇല്ലാണ്ടായി. ഈ ഒരു വിഷമം എല്ലാവരും മനസ്സിൽ നീറി നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യം 3 യൂണിറ്റ് വിഭജനം വന്നതിന് ശേഷമാണ് ഈ പരസ്പരമുള്ള ഒരു സ്നേഹക്കൂട്ടായ്മയ്ക്ക് പങ്കപ്പെടുത്തിയത്. അതുപോലെ നല്ലൊരു കുടുംബ യൂണിറ്റ് എന്ന് വെച്ചാൽ കോട്ടപ്പുറം ഇടവകയിൽ തന്നെ അത്രത്തോളം പേരെടുത്തൊരു കുടുംബ യൂണിറ്റ്. അപ്പോൾ ഈ വീണ്ടും ഇപ്പോൾ 2025 വർഷത്തേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ആ പഴയ സ്നേഹക്കൂട്ടായ്മയെ പൊടി തട്ടിയെടുത്തുകൊണ്ട് നല്ലൊരു കുടുംബ യൂണിറ്റ് പ്രവർത്തനം എല്ലാവർക്കും ഒരു മാതൃകയാവുന്ന തരത്തിൽ. അതുമാത്രമല്ല, ആർക്കെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ധാരാളം യുവാക്കളുണ്ട്. അവർക്കൊക്കെ ഒരു ജോലി, അവർക്കെന്തെങ്കിലും സഹായങ്ങൾ, പലവർക്കും പല സാമ്പത്തിക പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ബ്ലോക്കിലുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു സഹായകരമാവുന്ന രീതിയിലേക്ക് നമ്മളെ ഈ ബ്ലോക്കിനെ വളർത്തിക്കൊണ്ടുവരണമെന്നൊരു താല്പര്യത്തോടെയാണ് ഞങ്ങളുടെ തുടക്കം. യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ജോസഫ് പടമാട്ടുമൽ സ്വാഗതം പറഞ്ഞു. കമ്മിറ്റി കൺവീനറായ ഓസ്റ്റിൻ ഫിഗറേഡോ വിഷയാവതരണം നടത്തി. 41 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ കോട്ടപ്പുറം ഇടവകയ്ക്ക് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന അൽഫോൺസ ബ്ലോക്കിൽ സമൂല മാറ്റങ്ങൾ കൊണ്ടുവന്ന് പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ യോഗത്തിൽ തീരുമാനമെടുത്തു. കമ്മിറ്റി അംഗം ബോസ് വലിയപറമ്പിൽ സംസാരിച്ചു. ട്രഷറർ ഷിബു പള്ളിപ്പറമ്പിൽ നന്ദി പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.